ഹലോ ഗായ്സ്, വെൽക്കം ടു ടെക് വേൾഡ് എക്സ്പ്ലോർ. ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് രണ്ട് സ്വർണ്ണ ഖനി അല്ലെങ്കിൽ സ്വർണ്ണ തുരങ്കമാണ് കാണിക്കുന്നത്. 1800കളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ സ്ഥാപിച്ച സ്വർണ്ണ ഖനിയാണിത്. തമിഴ്നാട്ടിൽ നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ് ഇതുള്ളത്. അപ്പോൾ ഈ സ്വർണ്ണ ഖനിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് രണ്ട് തുരങ്കങ്ങൾ സ്വർണ്ണ ഖനികൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇത് രണ്ടും നീലഗിരി ഡിസ്ട്രിക്റ്റിൽ ദേവാല എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. രണ്ടും 18ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചതാണ്. അവർ നിർമ്മിച്ച തുരങ്കമാണിത്. അന്നത്തെ കാലത്തെ മനുഷ്യാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ തുരങ്കം. അതിനുശേഷം അതിൽ നിന്നും അവർ ഉദ്ദേശിച്ചതുപോലൊരു ലാഭം കിട്ടാത്തതിനാൽ ഈ തുരങ്കങ്ങൾ അവർ തന്നെ അവരുടെ കാലഘട്ടത്തിൽ തന്നെ അവർ ഇന്ത്യ വിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അവർ ഇതിൻ്റെ പണി നിർത്തിയിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതുപോലെ ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന തുരങ്കത്തിനകത്തൊക്കെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകും. പുലി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കരടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പാമ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവിധ മൃഗങ്ങളും അതുങ്ങൾക്ക് വാസസ്ഥലമായി ഇത് ഉപയോഗിച്ചേക്കാം. അപ്പോൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. പുലിയുടെ കാൽപ്പാടുണ്ടോ എന്നെല്ലാം ഞാൻ ശ്രദ്ധിച്ചതിന് ശേഷമാണ് പ്രവേശിച്ചത്. നിങ്ങളിതുപോലെ ഏതെങ്കിലും തുരങ്കം കണ്ട് പ്രവേശിക്കാനല്ല ഞാനിത് പറയുന്നത്. ഒരിക്കലും പ്രവേശിക്കരുത്. പ്രവേശിച്ചതിന് ശേഷം നിങ്ങളുടെ ജീവൻ എന്തെങ്കിലും പറ്റിയാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്നും ഞാൻ പറഞ്ഞേക്കാം. നമ്മളുടെ ജീവൻ പോയാൽ നമുക്ക് മാത്രമാണ് നഷ്ടം. അത് ആദ്യമേ പറഞ്ഞേക്കാം. പിന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. തുരങ്കത്തിൽ പ്രവേശിക്കുമ്പോൾ എല്ലാവരും മെഴുകുതിരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീ കത്തിച്ചതിന് ശേഷമാണ് പ്രവേശിക്കുക. ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് പ്രവേശിക്കാറില്ല. അതൊരു സത്യം പറയാം. എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ മെഴുകുതിരി കെട്ടുപോകുമ്പോൾ നമുക്ക് ഓക്സിജൻ ഇല്ലയെന്ന് മനസ്സിലാവും. ഉള്ളിൽ കയറിയതിന് ശേഷം പെട്ടെന്ന് ഓക്സിജൻ ഇല്ലാണ്ടായി നമുക്ക് ഒന്നും പറയാനൊന്നും പറ്റില്ല. പെട്ടെന്ന് നമ്മൾ അവിടെ കിടന്ന് തലകറങ്ങി വീഴുകയും മരണപ്പെടുകയും ചെയ്യും. ആരും അറിയാൻ പോകുന്നില്ല. മണ്ണിടിച്ചിൽ സംഭവിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു തുരങ്കത്തിൽ നേരെ നടക്കാൻ കഴിയുന്നില്ല. ഉയരം കുറവാണ്. തുടക്കത്തിൽ കുറച്ച് ഉയരമുണ്ടെങ്കിൽ പിന്നീട് പോയപ്പോൾ ഇരുന്നാണ് പോയത്. വളരെ കഷ്ടപ്പെട്ടാണ് പോയത്. ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള തുരങ്കമാണ്. ഞാൻ രണ്ടാമത് കാണിക്കുന്ന തുരങ്കവും ഇതും വളരെ വ്യത്യാസമുണ്ട്. തുരങ്കത്തിനകത്ത് വവ്വാലുകളും അതുപോലെ എലീനെയൊക്കെ ഞാൻ കണ്ടു. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 10 മീറ്ററോളം ഉള്ളിലേക്ക് വന്നു. തുരങ്കത്തിൻ്റെ ഈ മണ്ണ്, അതായത് ചുമര് എന്ന് പറയുന്നത് പാറയല്ല, വെട്ടുകല്ല് പോലെ ഒരു തരം മണ്ണാണ്. അത് മൾട്ടി കളറിലാണ് കാണുന്നത്. ഗോൾഡൻ കളറൊക്കെ മിക്സ് ആയിട്ടൊരു തരം ഇതാണ്. അതിൽ കല്ലുകളും കാണുന്നുണ്ട്. പരിപൂർണമായിട്ട് മണ്ണുമല്ല, കരിങ്കൽ പാറയുമല്ല. മണ്ണും കല്ലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഇതിൽ നിന്നും ഇവർ സ്വർണ്ണം എടുക്കുന്നത് ഈ വെട്ടിയെടുക്കുന്ന മണ്ണിനെ കഴുകി മണ്ണ് കളഞ്ഞ് അതിന് ശേഷം അതിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്വർണ്ണ തരികളായിട്ടൊക്കെയാണ് കിട്ടുക. ഉള്ളിലേക്ക് പോകുന്നോറും എൻ്റെ ഹൃദയമെടുപ്പ് കൂടിക്കൂടി വന്നു. എനിക്ക് ഭയങ്കര പേടിയായി. അതിനുശേഷം മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് തന്നെ ഞാൻ ആലോചിച്ച് പേടിച്ചാണ് പോയത്. ഞാനും ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് നിഖിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ യൂട്യൂബ് ചാനലിലും ഇതുപോലെ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. എന്നെ അകത്ത് കയറിയപ്പോൾ വവ്വാലെ ആക്രമിക്കാൻ തുടങ്ങി. ഐറ്റങ്ങൾക്കും പേടിയായി എന്നെ കണ്ടപ്പോൾ. ഇത് പതിവില്ലാതെ ഒരു മനുഷ്യൻ തുരങ്കത്തിൽ കയറി. അവയ്ക്കും പേടിയായി, എനിക്കും പേടിയായി. അങ്ങനത്തെ അവസ്ഥയാണ്. ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നുണ്ട്. മുകളിൽ നിന്നും മണ്ണിടിച്ച് താഴെ വീണതുകൊണ്ട് ഈ സ്ഥലത്തൊക്കെ ഒരുപാട് നേരെ നിൽക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ സ്ഥലം. ഇനി അങ്ങോട്ട് പോകുന്തോറും പിന്നെയും കുനിഞ്ഞ് പോകുന്ന അവസ്ഥയാണ്. അങ്ങോട്ട് പോയി നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനിപ്പോൾ എൻ്റെ ടോർച്ച് ഓഫ് ചെയ്ത് കാണിച്ചു തരാം എത്രത്തോളം ഇരുട്ട് ഇതിനകത്തുണ്ടെന്ന്. ഒരാളുടെ ഏറ്റവും കൂടുതൽ പേടി വരുന്നൊരു സംഭവമാണ് ടോർച്ച് ഇതിനകത്ത് ഓഫായി പോയി കഴിഞ്ഞുള്ള അവസ്ഥ. ഒരു തുള്ളി പോലും വെളിച്ചമില്ല. അത്രയ്ക്ക് ഇരുട്ടെന്ന് പറയാം. ഇരുട്ടെന്ന് വെച്ചാൽ ഇരുട്ട്. പുറത്തുനിന്നുള്ള ഒരു തുള്ളി പോലും ഇരുട്ട് വരുന്നതിന് ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 20 മീറ്ററോളം ഉള്ളിലേക്ക് വന്നു. ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് 2 അതിഥികളെ കിട്ടി. 3 എലിക്കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്. ലൈറ്റ് ഓഫാക്കിയപ്പോൾ ഇരുട്ട് കണ്ടപ്പോൾ ഏറ്റവും പെട്ടെന്ന് പുറത്തിറങ്ങിയത്. വെളിച്ചം കണ്ടപ്പോൾ അവരും പേടിച്ച് ഇരിക്കുമായിരുന്നു. ഇപ്പോൾ അവരും പുറത്തിറങ്ങി. ഈ ചുമരുകൾക്കൊക്കെ മൊത്തം നനവാണ്. എവിടെ തൊട്ടാലും വെള്ളം ചാടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആരും അതിന് ഉത്തരവാദി ആയിരിക്കില്ല. ആരും നമ്മളെ രക്ഷിക്കാനുണ്ടാവില്ല. കാരണം എവിടെയാണ് പോയത് ആർക്കും ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റേതായ സുരക്ഷയൊക്കെ കരുതിയിട്ടാണ് ഇതിനകത്ത് കരുതി. ഇപ്പോൾ വവ്വാലെന്നെ ആക്രമിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. വവ്വാലുകളുടെ ശല്യം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഈ തുരങ്കത്തിൽ നിന്നും പുറത്തിറങ്ങാൻ പോവുകയാണ്.
വേഗം തന്നെ ഇറങ്ങുകയാണ്. ഇപ്പോൾ നിപ്പയൊക്കെ ഉള്ളതുകൊണ്ട് പേടിയാണ്, കടിക്കുമോ എന്നുള്ള പേടിയുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങുക. പിന്നെ അങ്ങോട്ട് തുരങ്കം അടഞ്ഞിട്ടുമുണ്ട്, അവിടെ മണ്ണ് വീണ് അടഞ്ഞ് കിടക്കുക, മുന്നോട്ട് പോകാനും പറ്റില്ല. ഞങ്ങളിപ്പോൾ ഏകദേശം 25-26 മീറ്ററോളം ഉള്ളിൽ വന്നു. ഈ തുരങ്കത്തിൻ്റെ മൊത്തം നീളം 30 മീറ്ററാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ തുരങ്കത്തിലേക്കും കൂടി ഒന്ന് പോയി നോക്കാം. ഈ തുരങ്കം ആദ്യത്തെ തുരങ്കം പോലെയല്ല, ഇതിന് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഷേപ്പ് ആണെങ്കിൽ തന്നെ ഇതൊരു ആർച്ച് ഷേപ്പിലാണ്. ആദ്യം കണ്ടതൊരു സ്ക്വയർ ഷേപ്പിലായിരുന്നു. ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരു വിള്ളൽ പോലെ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അത് സ്വർണ്ണഖനി, അതായത് മഴ പെയ്യുമ്പോൾ വെള്ളം അകത്ത് പോകാതിരിക്കാൻ വേണ്ടി ഷീറ്റുകൾ വെച്ചിട്ടുണ്ടായിരുന്നതാണെന്നാണ് അറിഞ്ഞത്. നമുക്ക് ഇതിൻ്റെ അകത്ത് പോയി നോക്കാം. പാമ്പുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷവും മാത്രമേ ഉള്ളിൽ പോകാൻ പറ്റൂ. നമ്മൾ കയറുന്നതിന് മുമ്പ് ഗായ്സ് വല്ല പുലീൻ്റെ കാൽപ്പാടുണ്ടോ എന്ന് നോക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ കയറാൻ പാടുള്ളൂ. ഗായ്സ് ഇതൊരു ആർച്ച് പോലത്തതാണ്. നേരത്തെ നമ്മൾ കണ്ട സ്ക്വയർ ടൈപ്പാണ് തുരങ്കത്തിൻ്റെ മേലവശം. നേരെ നടക്കാൻ പറ്റില്ല, മണ്ണ് നിറഞ്ഞിട്ടാന്ന് തോന്നുന്നു. ഞാൻ ഇരുന്നാണ് പോകുന്നത്. ഗായ്സ് ഇതിനകത്ത് 2 തുരങ്കമുണ്ട്. ഒരു തുരങ്കം അങ്ങോട്ടും പോകുന്നുണ്ട്, ഇവിടേക്കും ഒരു തുരങ്കം പോകുന്നുണ്ട്. എൻ്റെ അടിയിലോട്ട് കുഴിയുണ്ട്. അങ്ങോട്ടുള്ള തുരങ്കത്തിൽ കല്ല് അടഞ്ഞിട്ടുണ്ട്. അതൊരു കല്ലാണ് അടഞ്ഞിരിക്കുന്നത്. എഴുന്നേറ്റ് വെക്കാൻ പറ്റില്ല. ഇവിടെ ഒരു തുരങ്കമുണ്ട്, ഒരു വലിയ കുഴിയുണ്ട്, ഇപ്പം മണ്ണ് വീണ് അടഞ്ഞിട്ടുണ്ട്. സൈഡിലേക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. ഇതിലപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, ഈ കുഴിയുള്ള സ്ഥിതിക്ക്. കുഴി അടിയിലേക്കുണ്ട് ഗൈസ്, അതുകൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇവിടം വരെ പോകുന്നുള്ളൂ. അവിടെ നിന്ന് മണ്ണ് വന്ന് വീണ് മൊത്തം അടഞ്ഞു കിടക്കുക. ഗൈസ് സ്വർണ്ണം ഉണ്ടാവും ഗൈസ്. ഈ പാറയ്ക്കൊക്കെ ഒരു വെറൈറ്റി കളറാണ്, മൾട്ടി കളറാണ്. ഷൈനിങ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. തിളങ്ങുന്ന കല്ലുകളൊക്കെ ഉണ്ട്, എന്താണെന്നറിയില്ല. മൊബൈലിൽ ക്യാമറയിൽ അത്ര വ്യക്തമായിട്ട് കാണുന്നില്ല. ഇവിടെയൊക്കെ കല്ല് വെച്ച് അടച്ചിട്ടുണ്ട് ഗൈസ്. ഇത് മണ്ണിടിച്ച് പോകാതെ ഞാൻ അകത്തോട്ട് ഇറങ്ങുന്നില്ല ഗൈസ്, എനിക്ക് പേടിയാണ്. ഗൈസ് അപ്പോൾ ഇത്ര കൊണ്ട് നമ്മളെ വീഡിയോ നിർത്തുകയാണ് ഗൈസ്. നമ്മൾ ഇതൊക്കെ വെള്ളമാണ് ഗൈസ്.